ഹലോ, ഞാൻ നിങ്ങൾക്ക് കുറച്ച് ബ്രാ പരിചയപ്പെടുത്തി തരാം. അതായത് ഒടുക്കത്തെ കംഫർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്ന പോലത്തെ ബ്രായ അല്ല, കുറച്ച് ഭയങ്കര കംഫർട്ടബിൾ ആണ്. സെയിം ടൈം ഭയങ്കര ട്രെൻഡി ആയിട്ടുള്ള കുറച്ച് ബ്രായാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഒട്ടും നേരം വൈകേണ്ട, വീഡിയോയിലേക്ക് കിടക്കാം. ഇത് നമ്മൾ കാണിക്കുന്ന എല്ലാ ബ്രായും നമ്മൾ എടുത്തിരിക്കുന്നത് ഷൈയവേ എന്നാണ് കേട്ടോ. ഇത് ഷൈയവേ ആയിട്ട് കൊളാബറേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഇതുപോലത്തെ ഒരു ബോക്സിലാണ് അവർ അയച്ചു തന്നിരിക്കുന്നത്. കണ്ടോ, ഇങ്ങനത്തെ ഒരു ബോക്സിൽ നമ്മൾ ഷൈയവയുടെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഷൈയവേ എന്ന് പറയുന്നത് ലേഡീസിന് ആവശ്യമായിട്ടുള്ള, അതായത് ലോഞ്ചറി ഐറ്റംസ്, ഷേപ്പ് വെയർ, അതേപോലെ തന്നെ നൈറ്റ് വെയർ, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമുക്ക് നല്ല ട്രെൻഡി ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരുപാട് ബ്രാ, അതേപോലെ തന്നെ പാൻറ്റീസിൻ്റെ തന്നെ ഒരുപാട് സെക്ഷൻ, ഇങ്ങനെ പല ഐറ്റംസും നമുക്ക് ലേഡീസിന് ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് മേടിക്കാൻ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഷൈയവേ. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഈ ഷൈയവേയിൽ എപ്പോഴും ഓഫറുകൾ ഉണ്ടായിരിക്കും. അതായത് ചില സമയത്ത് 2 ബ്രാ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാൻറ്റീസ് ഫ്രീ ആയിട്ട് കിട്ടും. എനിക്ക് ഈ വട്ടം പാൻറ്റീസാണ് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ളത്, കഴിഞ്ഞ വട്ടം ബ്രാ ആയിരുന്നു. അങ്ങനെ ഓരോ സമയത്തും നമുക്ക് ഓഫറിൽ, ചില സമയത്ത് നമുക്ക് 50% ഓഫറിൽ കിട്ടും, ചില സമയത്ത് 2 എണ്ണം മേടിച്ചു കഴിഞ്ഞാൽ വേറെ എന്തൊക്കെ, അങ്ങനെ എപ്പോഴും ഓഫറുകളായിരിക്കും. അപ്പോൾ നിങ്ങൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക ഏത് ഓഫറാണോ നിങ്ങൾക്ക് ബെസ്റ്റ് എന്ന് തോന്നുന്നത്, അതിനനുസരിച്ച് നമുക്ക് എടുക്കാൻ പറ്റും. അതാണ് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമുള്ളത്. ഇനി നമുക്ക് നമ്മളുടെ ബ്രാ, ഞാൻ മേടിച്ചിട്ടുള്ള എല്ലാ ബ്രായും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ ഏറ്റവും ആദ്യത്തെ ബ്രാ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു ബ്ലൂ കളറിൽ വരുന്ന ഒരു പാഡഡ് ബ്രായാണ്. ഞാനിപ്പോൾ കൂടുതലും എന്താ അറിയോ നോക്കുന്നത്, ഈ എന്താ പറയുക, നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കണം. അതായത് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും ഇങ്ങനെ അവിടെ കുത്തണത് അതൊന്നും എനിക്ക് പറ്റൂല. നമ്മൾ സാധാരണ ഇങ്ങനത്തെ ഈ പുഷപ്പ് അണ്ടർവയർഡ് ബ്രാ ഒക്കെ ഇടുന്ന സമയത്ത് ഇതിൻ്റെ താഴെയുള്ള കമ്പി ഉണ്ടല്ലോ, അത് നമ്മുടെ ദേഹത്ത് കൊള്ളുന്ന സമയത്ത് ഭയങ്കര വേദനയായിരിക്കും. എനിക്ക് അതൊന്നും പറ്റില്ല. ഞാൻ അതുകൊണ്ട് തന്നെ സാധാരണ ഇതില്ലാത്തതാണ് ഞാൻ പ്രിഫർ ചെയ്യുക. പക്ഷേ ഈ സാധനം ഉണ്ടല്ലോ, ഞാൻ എപ്പോഴും അതാണ് ഒരു പ്രത്യേകതയുള്ളത്. ഈ വയറ്, ഈ സംഭവം ഉണ്ടല്ലോ, ഇത് ഫ്ലെക്സിബിളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇടുന്ന സമയത്ത് ഇത് എവിടെയും കുത്തില്ല ഇങ്ങനെ. അതായത് നമുക്ക് ഇവിടെയൊക്കെ കൊള്ളുന്ന സമയത്ത് മറ്റേതൊക്കെ ഭയങ്കര പെയിൻ ആയിരിക്കും. പക്ഷെ ഈ സാധനം നമുക്ക് ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് നല്ല കംഫർട്ടബിൾ ആണ്. കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ നല്ല കംഫർട്ടബിൾ ആയിട്ട് എവിടെ ടീഷർട്ടിന്റെ കൂടെ എന്തിന്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇത് ഇട്ട് പോവാം, ഒരു കുഴപ്പവും വരില്ല. അടുത്തത് ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് കളറിൽ വരുന്ന ഒരു പാഡഡ് ബ്രാ തന്നെയാണ്. പക്ഷെ ഇതിൽ നമ്മളുടെ മറ്റേതിന്റെ പോലെ ഇവിടെ ഇങ്ങനെ വയറോ പുഷപ്പ് കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും വരുന്നില്ല. സാധാരണ ഒരു ബ്രാ, പക്ഷെ പാഡഡ് ആണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇങ്ങനത്തെയൊക്കെയാണ് ഇഷ്ടം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. മറ്റേതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഷേപ്പും കാര്യങ്ങളും സെക്സി അങ്ങനത്തെ ലുക്കൊക്കെ ആണെങ്കിലും, പക്ഷെ ഇതൊക്കെയാണ് നമുക്ക് ഇടുമ്പോൾ ഒരു ആശ്വാസം. അതായത് ഇവിടെ സാധാരണ ഒന്നുമില്ലാത്ത കാരണം നമ്മൾ നോർമൽ ഒരു ബ്രാ ഇടുന്ന പോലെ തന്നെയാണ് ഉള്ളത്. നമുക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെ കൂടെയും ചവറ് പോലെ നമുക്ക് ഇടാം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നല്ല സുഖമാണ് ഇത് ഇടാൻ. ഞാൻ വെറുതെ പറയാനല്ല, എനിക്ക് ഇങ്ങനത്തെ ബ്രാ എൻ്റെ കയ്യിൽ ഇവരുടെ തന്നെ ഒരുപാടെണ്ണം ഉണ്ട്. അപ്പോൾ നല്ല കംഫർട്ടാണ്. ഇത് കണ്ടോ, ഇത് ചെറിയൊരു പാഡാണ് ഉള്ളത്. നിങ്ങൾക്ക് നല്ല ഹെവി ആയിട്ടുള്ള ബസ്റ്റൊക്കെ ആണ്, അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളൊന്നും വേണ്ട. അതായത് ഈ പാഡൊന്നും ഒരുപാട് വേണ്ട. പക്ഷെ എന്നാലും ടീഷർട്ടൊക്കെ ഇടുന്ന സമയത്ത് അങ്ങനത്തെ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് സൂപ്പറാണ്, നല്ല കംഫർട്ടാണ്, ഒരു കുഴപ്പമില്ല. ഇത് എന്തായാലും ഞാൻ ഇനി പറയുന്ന അടുത്തതാണ് എൻ്റെ ഫേവറേറ്റ് കേട്ടോ. പക്ഷെ അതിലെ 2ാമത്തെ ഫേവറേറ്റ് എനിക്ക് ഇതാണ്. ഓക്കെ, അപ്പൊ അടുത്ത് നോക്കാം. അടുത്തത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് ഇതാണ് സംഭവം കേട്ടോ. ഇത് കാണുമ്പോൾ എനിക്കറിയാം എന്താണ് ഇപ്പോൾ ഇതിലൊരു പ്രത്യേകത ഉള്ളത്. ഒരു സാധാരണ നമ്മളുടെ ബ്രാ അല്ലേ എന്ന് ചോദിക്കും നിങ്ങൾ. ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. പക്ഷെ ഇതല്ല. ഞാനിത് ഒരുപാട് എപ്പോൾ നോക്കിയാലും ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും. അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു ഇത്. എനിക്ക് അങ്ങനെ ലാസ്റ്റ് കിട്ടി. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, ഇതൊരു ഫുൾ കവറേജ് ബ്രായാണ്. അതായത് നമ്മൾ കാണിച്ച ബ്രായ ഒന്നും തന്നെ ഫുൾ കവറേജ് അല്ല. അതായത് നമുക്ക് കംപ്ലീറ്റ് കവറേജ് നമുക്ക് കിട്ടുന്ന തരത്തിലുള്ള, അതായത് ഹെവി ബസ്റ്റ് ആണെങ്കിലും ചെറിയതാണെങ്കിലും വലുതാണെങ്കിലും ഒക്കെയും ഫുൾ കവറേജ് തരുന്ന ഒരു ബ്രായാണ് ഇത്. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, പാഡഡ് ആയിട്ടുള്ള ഒരു ബ്രായല്ല. പക്ഷെ ഇത് നമുക്ക് ടീഷർട്ടിന്റെ കൂടെ ഇടാം, എന്തിന്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും ഇടാം. കാരണം എന്താ അറിയോ, ഇത് ഭയങ്കര തിക്കായിട്ടുള്ള കുറേ ലെയറാണ്. ഇതിൻ്റെ ഉള്ളിൽ 1, 2, 3 ഒക്കെ ലെയർ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിതിൽ ഇവിടെ ഇടുന്ന സമയത്തൊന്നും കാണൂല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, പിന്നെ വേറൊരു കാര്യമുള്ളത്, ഇതിന്റെ ബാൻഡ് കണ്ടോ, ഈ താഴെയുള്ള ബാൻഡ് ഇവിടെ കണ്ടോ. നമ്മൾ സാധാരണ ബ്രാ ഇവിടെ നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്യുക, ഇത്രയും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു സ്പോർട്സ് ബ്രാ ഒക്കെ ഇടില്ലേ, ആ ഒരു ഫീലാണ് ഇതുള്ളത്. ഓക്കെ, ആ ഒരു ഫീല് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ് പറയണത് എന്ന് മനസ്സിലാവും. എന്നാൽ സെയിം ടൈം നമുക്ക് അങ്ങനത്തെ ഒരു സാഗിനെസ്, ചില സ്പോർട്സ് ബ്രാ ഒക്കെ ഇടുന്ന കുറച്ച് ഒരു സാഗി ആയിട്ടൊക്കെ തോന്നില്ലേ, ഇതങ്ങനെയല്ല. നമ്മളുടെ സെയിം നമ്മൾ നോർമൽ ബ്രാ
പക്ഷെ നല്ല ഹോൾഡ് തരും. അതായത് നമുക്ക് ആ സാഗി ആയിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കുറച്ച് ഹെവി ആയിട്ടൊക്കെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ വേണ്ട നിങ്ങൾക്ക് സാധാരണ ഒരു ഇതിൽ നിങ്ങൾക്കൊരു ബ്രാ വേണം, നല്ല കംഫർട്ടായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇത് ചൂസ് ചെയ്യാം. പക്ഷെ ഇത് ഇത്തിരി എക്സ്പെൻസീവ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറച്ച് എത്ര 700 ആ റേഞ്ചൊക്കെ വരുന്നുണ്ട്. പക്ഷെ വെർത്താണ്. ഇതിൻ്റെ ഓൾറെഡി എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, അത് പഴഞ്ചനായി, അതുകൊണ്ട് പിന്നെ ഞാൻ നോക്കിയിട്ട് പിന്നെ കിട്ടിയില്ല. അതാണ് സംഭവം. അടുത്തത് ഞാൻ എപ്പോഴും ഒരു ബ്രാ ഞാൻ മേടിക്കുമ്പോൾ ഇതുപോലത്തെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള, അതായത് പാഡും ഇല്ല, പുഷപ്പും ഇല്ല, ഒരു കുന്തും ഇല്ല, സിമ്പിളായിട്ടുള്ള ഒരു ഇതുമില്ലാത്ത നോർമൽ ഒരു കോട്ടൺ, എന്താ പറയുക, ഇങ്ങനത്തെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ലെയറും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം വീട്ടിലൊക്കെ നമുക്ക് ചവറ് പോലെ നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ നൈറ്റിയുടെ കൂടെ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ധാരാളമാണ്. ഇങ്ങനത്തെയൊക്കെയാണ് ഞാൻ വീട്ടിലിടാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്കുകളും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കാട്ടോ. പിന്നെ ഞാൻ മേടിച്ചിരിക്കുന്ന സൈസ് എന്ന് പറയുന്നത്, ഈ പാഡഡ് ഒക്കെ ഞാൻ 36C ആണ് മേടിച്ചേക്കുന്നത്. ഈ ഇതുണ്ടല്ലോ, ഈ സാധാരണ ഇങ്ങനത്തെ പാഡ് ഇല്ലാത്തത് ഞാൻ 36B ആണ് മേടിച്ചേക്കുന്നത്. കുറച്ച് പാൻറ്റീസ് കാണിച്ചു തരാം. ഓക്കെ, ആ ടൈപ്പിലുള്ളത് കാണിച്ചു തരാം. നിങ്ങൾ ആരെങ്കിലും ഈ ടൈപ്പ് ഇതുവരെ യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഇതൊന്ന് ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ മറ്റേ ട്രഡീഷണൽ ഹിപ്സ്റ്റർ ടൈപ്പ് ഒക്കെ ഉണ്ടല്ലോ, അതായത് നമ്മുടെ സാധാരണ പാൻറ്റീസ് ഷെഡി പോലത്തെ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യില്ല, ഇതാണ് യൂസ് ചെയ്യുള്ളൂ. ഞാനിപ്പോൾ ഇപ്പോൾ ഫുള്ള് ഇതാണ്, ഇതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ ഫുള്ള് ഇത്. ഈ ഒരു ബോയ് ഷോർട്സ് ഇപ്പോൾ കുറേ കാലമായിട്ട് ഞാൻ മറ്റേ ടൈപ്പ് യൂസ് ചെയ്യാറേ ഇല്ല. മറ്റേ പീരീഡ്സിൻ്റെ സമയത്തൊക്കെയാണ് നമ്മൾ ആ ടൈപ്പ് യൂസ് ചെയ്യുള്ളൂ. ഇത് പീരീഡ്സിൻ്റെ സമയത്ത് അത്രയ്ക്കും ഒരു സുഖം ഉണ്ടാവില്ല, കാരണം അത്രയ്ക്കും ആ ഒരു ടൈറ്റ് ഫീൽ കിട്ടില്ല, അതുകൊണ്ടാണ്. അടുത്തത് ഇതാണ് കേട്ടോ. ഞാൻ ഇത് മേടിച്ചതല്ല, എനിക്കിതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണ്. ഇതിൻ്റെ മെറ്റീരിയൽ നോക്കിയാൽ നിങ്ങൾ കണ്ടോ, ഇത്രേ ഉള്ളൂ. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇതിൻ്റെ കണ്ടോ, ഇതിൻ്റെ നമ്മൾ ലൈൻ കാണാത്തതുകൊണ്ട് തന്നെ നമുക്ക് ജീൻസിന്റെ കൂടെയും പാൻറ്റിന്റെ കൂടെ ഒക്കെ ഇടുമ്പോൾ ആ ഒരു പാൻറ്റി ലൈൻ കാണൂല. അതാണ് ഒരു പ്രത്യേകത ഉള്ളത്. അത്രയ്ക്കും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഷൈവയിൽ ഒരുപാട് ഓഫറുകൾ നടക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കൂപ്പൺ കോഡും ഇവിടെ കൊടുക്കാം. അത് വെച്ചിട്ട് നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഡിസ്കൗണ്ടിൽ, ഈ ഓഫർ ഒന്നും കൂടാതെ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കിട്ടും. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാത്തിൻ്റെയും ലിങ്കുകളും കാര്യങ്ങളും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ.